സാധാരണ ഒരാൾക്ക് അറിയാൻ 2 ഇഡ്ഡലി, 3 ഇഡ്ഡലി ഞാൻ ഡെയിലി രാവിലെ കഴിക്കുന്നു. അതെന്റെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ആണോ? 3 പ്രധാന ഭക്ഷണങ്ങളും 3 ലഘു ഭക്ഷണങ്ങളാണ് കേരളത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ. അതിലെ പ്രധാന ഭക്ഷണങ്ങളിൽ സാർ ഈ പറഞ്ഞതുപോലെ ഇഡലി, അതിൽ കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ. അതിനോടൊപ്പം നമ്മൾ അതിന്റെ കൂടെ ഒരു കടലക്കറി ആണെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോട്ടീൻ വന്നു കഴിഞ്ഞു. സാമ്പാർ, അതിൽ പരിപ്പ് വന്നിട്ടുണ്ട്, പച്ചക്കറികൾ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം അത് താളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, അതിന്റെ ആവശ്യത്തിന്റെ ഫാറ്റും എത്തുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറാണെങ്കിൽ ചോറ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനോടൊപ്പം നമ്മൾ എടുക്കുന്ന പച്ചക്കറികൾ, മീന് അല്ലെങ്കിൽ ഇറച്ചി, മുട്ട പോലുള്ളവ പ്രോട്ടീൻ വിഭവങ്ങളാണ്. അപ്പൊ നമുക്ക് പറ്റിപ്പോകുന്ന പ്രശ്നം എപ്പോഴും പൊറോട്ട കഴിച്ചു, അതിന്റെ കൂടെ ബീഫ് കറി, കാർബോഹൈഡ്രേറ്റും എത്തി, പ്രോട്ടീനും എത്തി, നമ്മൾ അങ്ങ് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് എന്നതിലാണ് ചോദ്യം. എങ്ങനെയുള്ള കൊഴുപ്പുകളാണ് നമ്മൾ, എങ്ങനെയുള്ള പ്രോട്ടീനാണ്, അത് എങ്ങനെയാണ് തയ്യാറായി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുമ്പോൾ അന്നജമായിട്ടുള്ളത് എപ്പോഴും തവിടോട് കൂടിയ ഹോൾസം ഗ്രെയിൻസ് എന്ന് തന്നെ പറയുന്നത് തവിടോട് കൂടിയ. ഈ ഡയബറ്റിക് രോഗികൾ എപ്പോഴും പറയും, മാഡം ഞങ്ങൾ 4 ചപ്പാത്തിയെ കഴിച്ചിട്ടുള്ളൂ, ചോറൊന്നും കഴിച്ചിട്ടില്ല. ഈ ചപ്പാത്തി എന്ന് പറയുന്നതും കാർബോഹൈഡ്രേറ്റ് ആണ്. ഓട്സേ കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ മുത്താറിയെ കഴിച്ചു, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റുകളാണ്. എന്നാൽ സേഫ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഇവ. കാരണം അതിൽ നമ്മുടെ ഫൈബറുകൾ, നാരുകൾ ധാരാളമുണ്ട്. എന്നാൽ ഈ പൊറോട്ട വരുമ്പോൾ നാരുകളെ റിഫൈൻഡ് ഫ്ലോർ ആണ്, നാരുകളെ ഇല്ല. അപ്പൊ നാളെ മുതൽ പൊറോട്ട കഴിക്കരുതാണ്. അരുതുകളല്ല, ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം ആസ്വദിക്കുക, പല വെറൈറ്റികൾ അന്വേഷിക്കുക. പക്ഷെ അതിന്റെ എല്ലാം അളവുകോലുകൾ നമ്മുടെ കയ്യിൽ വേണം നിൽക്കാൻ.